ഖുർആൻ ശാരീരികമായ ഫിസിക്കലിയായ ഒന്നും പറയുന്നില്ല. അതൊന്നും ഇപ്പൊ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇപ്പൊ ഇന്നലത്തെ ഞാൻ ചർച്ചയ്ക്ക് അബുസാർ എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അബുസാർ എന്നാണ് ഈ കണ്ണല്ല, അബുസാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൾക്കാഴ്ചയാണ്. അതാണ് ഫലിയഗുല്ലൂമിൻ അബ്സാരിഹിന്ന എന്ന് പറഞ്ഞതാണ്. ഇവര് പറയുന്നത് ഇപ്പോഴും ഈ ബസർ അവരടക്കട്ടെ എന്ന്. ഈ ബസറല്ല, വല്ലാന്ന് പറഞ്ഞാൽ അടക്കുക എന്നുമല്ല. കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളോട് സദർ എന്ന് പറയും. മുഅ്മിനീങ്ങളോട് അവരുടെ ബസറിന് താഴ്ത്തട്ടെ എന്നല്ല, അവരുടെ കാഴ്ചകളെ, അവരുടെ ചിന്തകളെ, അതാണ് കാഴ്ച എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയാണ്. ആ ഉൾക്കാഴ്ചയെ അവര് സൂക്ഷ്മമായി, കാര്യങ്ങൾ സൂക്ഷ്മമായി കാണുന്നതാക്കി തീർക്കട്ടെ എന്നാണ്. അതാണ് യഗുല്ലൂ എന്ന് പറഞ്ഞാൽ അതാണ്, താഴ്ത്തുക എന്നല്ല. വല്ലാ എന്നാണ് അതാണ് യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. അവരുടെ ചിന്താപരമായ തകരാറുകൾ, ഹോളുകൾ, വിടവുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. മുഅ്മിനീങ്ങളോടും പറയുന്നുണ്ട്, മുഅ്മിനാത്തിനോടും പറയുന്നുണ്ട്, രണ്ടു കൂട്ടരോടും പറയുന്നു. അപ്പൊ ഖുർആൻ നമ്മുടെ ഫിസിക്കലിയായ ഒന്നും പറയുന്നില്ല. ശാരീരികമായ റഹ്സ് എന്ന് പറഞ്ഞ തല എന്നാണ്. പക്ഷെ ഖുർആൻ ഉദ്ദേശിക്കുന്ന റഹ്സ് അതല്ല. ബസർ എന്ന് പറഞ്ഞാൽ കണ്ണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഖുർആൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഉൾക്കാഴ്ചയാണ്. ആദാനം എന്ന് പറഞ്ഞാൽ ചെവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഖുർആൻ പറയുന്നത് വലഹും ആദാനുല്ല യസ്മഊന ബിഹാ, അവർക്ക് ചെവിയുണ്ട്, അവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ചെവിയല്ല. ഈ ചെവി കൊണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ട്, കാഫിരീങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവരുടെ ഈ കാര്യങ്ങളെ അവരുടെ ഒരു ഉൾക്കേൾവിയാണത്, ഉൾക്കേൾവിയാണത്. അതുപോലെ തന്നെ സദർ എന്ന് പറഞ്ഞാല് ഈ നെഞ്ഞെന്ന് എല്ലാരും പറയും, ഈ സദർ അല്ല. സദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സദറ എന്ന് പറഞ്ഞാൽ പുറത്തിറക്കുക എന്നാണ്. സദറ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പുറത്തിറക്കുക. ഇപ്പൊ നമ്മള് ഒരു പ്രസ്സിൽ നിന്ന് ഒരു പത്രം പുറത്തിറക്കണേന് സദറ എന്ന് പറയാം. അപ്പൊ സദർ എന്ന് പറയുമ്പോ ഈ നെഞ്ഞെന്നപ്പോ പറയല്. പിന്നെ നമ്മളെ മദ്രസയിലെ ഏറ്റവും വലിയ ഇമാമിനും സദർ എന്ന് പറയും. സദർ, ഏറ്റവും വലിയ ഉസ്താദിനും സദർ എന്ന് പറയും. അതായത് അവിടെ നിന്നാണ് ഓർഡറുകൾ ഇറക്കുന്നത്. അതുകൊണ്ടാണ് അത് സദർ എന്ന് പറയാൻ കാരണം. അതാണ് സത്യത്തിൽ സദർ എന്ന് പറയാം. നമ്മളൊരു പ്രസ്സിൽ നിന്ന് ഒരു പത്രം പുറത്തിറക്കണേന് അസ്തറാന്ന പറയാം. അസ്തറൽ ജരീദത്ത, പത്രം പുറത്തിറക്കിയെന്ന്. അപ്പൊ നമ്മിൽ നിന്ന് ചിന്തകളും അറിവുകളും വരുന്ന ഇടമേതോ അതാണ് നമ്മുടെ സദർ. ഇതല്ല. ഇവര് പറയും, അവിടെ വിമർശനത്തിന് വിധേയമായ ഒരു ആയത്താണ്. കൽബിന്റെ ഉള്ളിലാണ് സദർ എന്ന് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അതല്ല. കൽബ് വേറെ, സദർ വേറെ. സദർ എന്ന് പറയുന്നത് നമ്മുടെ അറിവുകളും ചിന്തകളും എവിടെ നിന്നാണോ പുറപ്പെടുന്നത് ആ ഇടത്തെയാണ് സദർ എന്ന് പറയുന്നത്. മദ്രസിലെ എല്ലാ മുഅല്ലിമുകളുടെയും തലപ്പത്തുള്ള ആൾക്ക് സദർ എന്ന് പറയുന്നതിന് കാരണം അയാളാണ് അവിടുത്തെ എല്ലാ നിർദ്ദേശങ്ങളും, മാർഗനിർദ്ദേശങ്ങളും, ഓർഡറുകളും, കൽപ്പനകളും ഒക്കെ കൊടുക്കുന്നത് അയാൾ. അതുകൊണ്ടാണ് അയാളാണ് അതിനെ നിയന്ത്രിക്കുന്നതും അതിന് ആ സ്ഥാപനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അതുകൊണ്ടാണ് അയാൾക്ക് സദർ എന്ന് പറയാനുള്ള കാരണം.